സ്ത്രീയും പുരുഷനുള്ള കമ്പാരിസൺ വരുമ്പം ഈ സ്ത്രീക്ക് വിവാഹം കഴിക്കാതെ വേണമെങ്കിലും ജീവിതകാലം മുഴുവനും നിലനിൽക്കും. പക്ഷേ പുരുഷനത് സാധ്യമല്ല എന്ന് പഠനങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും എന്താണ് അതിൻ്റെ ഒരു റീസൺ? അതായത് ഇവിടെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ എടുക്കേണ്ടി വരും. അതായത് എപ്പോഴും നമ്മളെ ഇങ്ങനെ പാമ്പർ ചെയ്തായിരിക്കും കൊണ്ട് നടക്കുന്നത്, നമ്മളെ കുഞ്ഞിലേ തൊട്ടേ എടുക്കുവാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെറുതിലേ തൊട്ടേ ഒരു കുട്ടിയെ ഇങ്ങനെ ലാളിച്ചും ഓമനിച്ചും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും പയ്യന്മാർക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഇതെല്ലാം കിട്ടാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. മറിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പെൺകുഞ്ഞുങ്ങൾ മെച്യൂർ ആവുന്നത് 6-ാമത്തെ വയസ്സ് തൊട്ടേ മെച്യൂർ ആവുന്നുണ്ട് അവര്. അപ്പം ഈ മെച്യൂരിറ്റി ആവുന്ന ആ സമയം മുതൽ ഇവൾ എന്തോരം പെയിനിലൂടെ കടന്നു പോകുന്നതെന്നറിയാവും. അതായത് ഓരോ മാസവും ഉണ്ടാവുന്ന സൈക്കിള് കൊണ്ട് ഇപ്പം പീരീഡ്സ് ആവുന്നതിന് മുൻപുള്ള പെയിൻ, പീരീഡ്സ് ആവുന്ന സമയത്തുള്ള പെയിൻ, പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുള്ള പെയിൻ. ഇതൊരു സൈക്കിളാണ്. സൈക്കിളായിട്ട് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും. 6-ാമത്തെ വയസ്സിൽ തുടങ്ങുവാണെങ്കിൽ ഇത് എന്നാ തീരുക? മെനോപോസ് ആവണമെങ്കിൽ 45 അല്ലെങ്കിൽ 50 കഴിയണം. ഈ 6 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ ഇവള് കണ്ടിന്യൂസ് ആയിട്ട് ഈ പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പെയിൻ അല്ല കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും അവള് വിവാഹിതയാവുന്നത്. ദെൻ ഒരു കുഞ്ഞിന് വിവാഹിതയാകുന്നു. അതിനുശേഷം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ അനുഭവിക്കുന്ന സഫറിങ് ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് വാക്കുകളിലൂടെ വിസ്തരിക്കാനാവില്ല. അത് അത്രയും പെയിനിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. ഇനി കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴോ വീണ്ടും അടുത്ത പ്രശ്നം തുടങ്ങുകയായി. ഒരു കുഞ്ഞിന്റെ ജനനത്തോടു കൂടി നമ്മൾ ഈ 9 മാസം 9 ദിവസത്തിന്റെ കണക്ക് പറയും. ശരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു ബർത്ത് എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്, നവജാത ശിശുവിന്റെ ജനനം, അതിനു വേണ്ടിയാണ്. പക്ഷെ ആ ഒരു ജനനത്തോടു കൂടി തുടങ്ങുകയാണ് അടുത്തൊരു ഈറ. മനസ്സിലായോ? അപ്പൊ അതിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് പിന്നെ മൊത്തം നിദ്രാവിഹീനമായ രാത്രികളാണ്. ആ സ്ത്രീക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പൊ അവൾ അങ്ങനെ കണ്ണിൽ എണ്ണയും ഒഴിച്ച് ആ കുഞ്ഞിനെ പരിചരിച്ച് ഒരു വഴിക്ക് എത്തി കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെ ഓരോ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുള്ളത്, കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ളത്, അമ്മയുടെ പ്രശ്നം, ഇതെല്ലാം വന്നു കഴിയുമ്പോഴും അവള് കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, എന്റെ പീരീഡ്സ് പെയിൻ ആണോ വലുത് അതോ അമ്മയുടെ പ്രശ്നമാണോ? ഓഫ് കോഴ്സ് പീരീഡ്സിന്റെ പെയിൻ ആയിരിക്കും. ഇനിയും അമ്മായിയപ്പൻ വഴക്കുണ്ടാക്കുന്നതാണോ അതോ ഞാൻ പ്രസവിക്കാൻ എടുത്ത പ്രസവ വേദനയാണോ വലുത്? ഓഫ് കോഴ്സ് പ്രസവവേദന തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവള് നിരന്തരം പെയിനിലൂടെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവൾ ഓരോ മൊമെന്റ് കഴിയും തോറും സ്ട്രോങ്ങർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കൊരു 40 വയസ്സാവുന്ന ഒരു സ്ത്രീയെ എടുത്ത് നോക്കുമ്പോഴേക്കും കാണാൻ പറ്റുന്നത് അവളുടെ ഒരു സ്ട്രോങ്ങർ സൈഡാണ്. 40-ൽ താഴെയാണെങ്കിൽ സ്വല്പം നമ്മുടെ വിവാഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെ ലൈഫിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പം ചിലപ്പോൾ അവൾ വീക്കായിരിക്കും. പക്ഷെ 40+ കഴിഞ്ഞ ഒരു ലേഡി എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു നെക്സ്റ്റ് ലെവൽ തന്നെയായിരിക്കും കാണുന്നത്. അതുകൊണ്ട് പുരുഷന്മാരുടെ ഒരു സഹായം ഇല്ലെങ്കിൽ പോലും ഇത്രയും സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീക്ക് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും.